गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ओम श्रीनारायण परमगुरवे नमः. ഗുരുദേവ തൃപ്പാദങ്ങൾ രചിച്ച ദർശനമാലയാണ് നമ്മൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് മനനം ചെയ്തുകൊണ്ടിരുന്നത്. ദർശനമാലയിലെ ആദ്യത്തെ ശ്ലോകമായ ആസീദഗ്രേ അസദേ വേദം എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ആരംഭിച്ച് ഇന്ന് നമ്മുടെ മനനം അവസാന അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ എത്തി നിൽക്കുകയാണ്. 10ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം. ഏകമേവാദ്വിതീയം ബ്രഹ്മ അസ്തി നാന്യത് ന സംശയഃ ഇതി വിദ്വാൻ നിവർത്തേത ദ്വൈതാത് നാവർത്തതേ പുനഃ. ഒന്നുകൂടെ. ഏകമേവാദ്വിതീയം ബ്രഹ്മ അസ്തി നാന്യത് ന സംശയഃ ഇതി വിദ്വാൻ നിവർത്തേത ദ്വൈതാത് നാവർത്തതേ പുനഃ. ഏകമേവ അദ്വിതീയം ബ്രഹ്മ ന അന്യത് ന സംശയഃ ഇതി വിദ്വാൻ നിവർത്തേത ദ്വൈതാത് ന ആവർത്തതേ പുനഃ. ഈ ശ്ലോകത്തിന്റെ അന്വയം: അദ്വിതീയം ബ്രഹ്മ ഏകമേവ അസ്തി. അദ്വിതീയമായിരിക്കുന്ന ബ്രഹ്മം ഒന്നു മാത്രമേ ഉള്ളൂ. ന അന്യദസ്തി, മറ്റൊന്നുമില്ല. അത്ര ന സംശയം, ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതി മത്വ, എന്നറിഞ്ഞിട്ട് വിദ്വാൻ ദ്വൈതാത് നിവർത്തേത, വിദ്വാനായൊരു സാധകൻ ദ്വൈതഭാവങ്ങളിൽ നിന്ന് നിവർത്തിക്കണം. സഹ പുനഃ ന ആവർത്തതേ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ജനന മരണ ചക്രങ്ങളിലേക്ക് ആവർത്തിച്ചു വരേണ്ട കാര്യമില്ല. ഇതാണ് ശ്ലോകത്തിന്റെ അന്വയാർത്ഥം. അന്വയത്തിൽ നമ്മൾ ചില പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതുണ്ട്. അപ്പൊ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ള ഈ വാക്യം ഈ മുഴുവൻ ഗ്രന്ഥത്തിന്റെയും അന്തിമമായ താല്പര്യ നിർണയമാണ്. ഈ വാക്യം ഉപനിഷത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഈ ഒരു ഉപനിഷത്ത് വാക്യത്തെ പ്രമാണമാക്കി ഗുരുദേവൻ അവിടുത്തെ ഏകത്വ ദർശനത്തെ കൂടെ പ്രഖ്യാപിക്കുകയാണ്. ഗുരുവിന്റെ ദർശനം അത് ഏറ്റവും സംക്ഷിപ്തമായി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകത്വ ദർശനമാണ്. ഏകജാതി ദർശനം, ഏകമത ദർശനം, ഏകദൈവ ദർശനം. ഏകത്വ ദർശനത്തെയാണ് ഗുരുദേവൻ അവിടുത്തെ 63ഓളം കൃതികളിൽ പ്രഖ്യാപിക്കുന്നത്.
ഈ 63ഓളം കൃതികളുടെ പൊതുവായ താല്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകത്വ ദർശനമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ദർശനമാലയുടെ മുഴുവൻ കഴിഞ്ഞ 99 ശ്ലോകങ്ങളുടെയും അന്തിമമായ താല്പര്യമാണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന വാക്കിലൂടെ ഗുരു പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകത്വത്തെ പറയുന്ന ഉദ്ഘോഷണങ്ങള് ദർശനമാലയിലെ ഓരോ അധ്യായത്തിലും ഗുരുദേവൻ നടത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം സ ബ്രഹ്മ സ ശിവോ വിഷ്ണു സ പരസർവ ഏവ സഹ. അവൻ തന്നെ ബ്രഹ്മാവും അവൻ തന്നെ ശിവനും വിഷ്ണുവും അവൻ തന്നെ പരനും, എന്തിന് ഈ കാണപ്പെടുന്ന പ്രപഞ്ചമായി വിളങ്ങുന്നതും അവൻ തന്നെ എന്ന വാക്കും ഗുരുവിന്റെ ഏകത്വ ദർശനത്തിന്റെ ഉദ്ഘോഷണമാണ്. അതുപോലെ 2ാം അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകം, അതിൽ വളരെ സ്പഷ്ടമായിട്ട് സുസ്പഷ്ടമായിട്ട് ഏകത്വ ദർശനത്തെ ഗുരുദേവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന. ഈ കാണപ്പെടുന്നതെല്ലാം തന്നെ സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മം മാത്രമാണ്. നേഹനാനാസ്തി ന കിഞ്ചന ഇഹ നാനാസ്തി ന കിഞ്ചന. ഇവിടെ നാനാത്വം അല്പം പോലുമില്ല, ഭേദങ്ങൾ അല്പം പോലുമില്ല. എല്ലാം സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാനാണ്. ഈ ശ്ലോകത്തിൽ നമുക്ക് ഏകത്വ ദർശനത്തിന്റെ സ്പഷ്ടമായ പ്രതിപാദനം കാണാൻ സാധിക്കും. 3ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തില് ഏകം സത്യം ന ദ്വിതീയം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ദർശനമാലയിൽ സത്യം ഒന്നു മാത്രമാണ്, രണ്ടാമത് ഒന്നില്ല. ഇതേ വാക്യത്തിന്റെ മറ്റൊരു ഭാഷയിലുള്ള അനുവാദം തന്നെയാണ് ഏകമേവ അദ്വിതീയം എന്നുള്ളത്. ഇനി 4ാമത്തെ അധ്യായം, ദർശനമാലയിലെ 4ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മണ പൃഥക് ന വിദ്യതേ ബ്രഹ്മഹി യ എന്ന് മായയെ പരാമർശിച്ച് പറയുന്നു. ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി ഇവിടെ മറ്റൊരു തത്വം ലഭിക്കില്ല. ഇനി മായ എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടെങ്കിലും ബ്രഹ്മഹി യ, അവൾ ബ്രഹ്മം തന്നെയാകുന്നു എന്ന് പറയുന്നു. 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തില് കഴിഞ്ഞ ശ്ലോകം 4ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകമാണ്. 5ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തില് യത് അനധ്യസ്ഥഃ തത് സദൈവ ഭവതി. സദൈവ ഭവതി, സത്ത് മാത്രമേ ഉള്ളൂ, അനധ്യസ്ഥമായിട്ട് സത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതിലൂടെയും നമുക്ക് ഏകത്വ ദർശനത്തെ കാണാൻ വേണ്ടി കഴിയും. ഇനി 6ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകത്തില് ആത്മൈവ കർമ്മണപൂർവം അന്യത് കിഞ്ചിത് ന വിദ്യതേ. കർമ്മത്തിന്റെ മുമ്പിൽ, എല്ലാ കർമ്മങ്ങളുടെയും മുമ്പിൽ ഒരേ ഒരു ആത്മസത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്യത് കിഞ്ചിത് ന വിദ്യതേ, അന്യമായിട്ട് മറ്റൊന്ന് അല്പം പോലുമില്ല എന്നതും ഗുരുവിന്റെ ഏകത്വ ദർശനമാണ്. 7ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാത്മൈക്യമുപാഗതം എന്ന് ആത്മബ്രഹ്മ ഐക്യത്തെ ഗുരുദേവൻ പ്രതിപാദിച്ചിരിക്കുന്നു. 8ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകത്തില് ഏവം പശ്യതി കുത്രാപി വിദ്വാൻ ആത്മസുഖം വിന എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ദർശനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദർശനം എന്ന വാക്കിന്റെ അർത്ഥം കാണുക എന്നാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എങ്ങനെയാണ് ദാർശനികനായി തീരുന്നത്? എന്തിനെ ദർശിച്ചാണ് ഒരു വ്യക്തി ദാർശനികനായി തീരുന്നത്? ഗുരു പറയാണ് 8ാമത്തെ അധ്യായത്തിൽ ഏവം പശ്യതി കുത്രാപി ആത്മസുഖം വിന വിദ്വാൻ. ഒരു വിദ്വാനാകട്ടെ എവിടെയും തന്നെ ആത്മസുഖത്തെ അല്ലാതെ, ആത്മസ്വരൂപത്തെ അല്ലാതെ മറ്റൊന്നിനെയും ന പശ്യതി, കാണുന്നില്ല. കേവലം കാണുന്നത് ആത്മസത്യത്തെ മാത്രമാണ് ഒരു വിദ്വാൻ. ഇപ്പൊ ഏവം പശ്യതി കുത്രാപി വിദ്വാൻ ആത്മസുഖം വിന എന്ന 8ാം അധ്യായത്തിലെ ഭക്തി ദർശനത്തിലെ ആ വരിയും ഏകത്വ ദർശനമാണ് പറയുന്നത്.
9-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ ശ്ലോകം. നാമരൂപമിതം സർവം ബ്രഹ്മ ഏവ ഏതി. ഇവിടെ നാമരൂപാത്മകമായിട്ട് കാണുന്ന എല്ലാം തന്നെ അത് വാസ്തവത്തിൽ ബ്രഹ്മസത്യം തന്നെയാണ്. ബ്രഹ്മസത്യത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു നാമരൂപങ്ങൾ ഇല്ല തന്നെ. ഇപ്പോൾ 9-ാമത്തെ അധ്യായത്തിലെ കഴിഞ്ഞ അധ്യായത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് ഏകത്വ ദർശനം തന്നെയാണ്. ഇനി ഈ ശ്ലോകങ്ങളുടെ എല്ലാം തന്നെ താല്പര്യം നിർണയം ചെയ്ത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന 10-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിലും ഏകമേവ അദ്വിതീയം ബ്രഹ്മ, സത്യം ഒന്നേയുള്ളൂ, അദ്വിതീയമായ ആ സത്യം അദ്വിതീയമാണ്, രണ്ടാമതൊന്നില്ലാത്ത ഒരേ ഒരു സത്യം, അത് ബ്രഹ്മമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗുരുവിന്റെ ദർശനത്തിന്റെ ഏറ്റവും സംക്ഷിപ്തമായ രൂപം അദ്വൈതം തന്നെയാണ്, ഏകത്വ ദർശനം തന്നെയാണ്. അത് ഗുരുവിന്റെ ഏത് കൃതികളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ കൃതികളുടെ എല്ലാം വ്യത്യസ്തമായ ഭാഷയിലൂടെ ഗുരുദേവൻ ഏകത്വത്തെയാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ശ്ലോകത്തില് 10-ാമത്തെ ശ്ലോകത്തില് ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ ഈ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന വാക്കിന്റെ അർത്ഥം, ഈ വാക്ക് നമുക്ക് ചാന്തോഗ്യ ഉപനിഷത്തിൽ കാണാൻ സാധിക്കും. ഈ വാക്കിന്റെ അർത്ഥം രണ്ടാമത് ഒന്നില്ലാത്ത ഏകമായിരിക്കുന്ന ബ്രഹ്മം എന്നാണ്. രണ്ടാമതൊന്നില്ലാത്ത ഏകമായിരിക്കുന്ന ബ്രഹ്മം. അപ്പൊ ഈ വാക്യത്തിൽ ആദ്യം തന്നെ ഏകം എന്ന വാക്കിന്റെ അർത്ഥം ചിന്തിക്കാം. ഏകം എന്താണ്? ഏകം എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന വാക്കാണ്, നമുക്കറിയാവുന്ന വാക്കാണ്. ഏകം എന്ന് പറഞ്ഞാൽ അത് സംഖ്യാവാചകം കൂടിയാണ്. ഒന്നിനെ പറയുന്നു ഏകം എന്ന് പറയുന്നു. ഈ ഏകം എന്നുള്ള സംഖ്യാവാചകമായിരിക്കുന്ന ഒന്നിനെ കുറിക്കാനുള്ള ആ ശബ്ദം ഉണ്ടായിരിക്കുന്നത് ഇണുഗതൗ എന്നൊരു ധാതുണ്ട് സംസ്കൃതത്തിൽ. ഇണുഗതൗ, ഗതോ എന്ന് പറഞ്ഞ പോകുക, ടു ഗോ എന്നർത്ഥമുണ്ട്. ടു ഗോ എന്നർത്ഥമുള്ള ഇണുഗതൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഏകം എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇപ്പൊ ഏകത്തിന്റെ നിർവചനം ഏതി ഇതി ഏകഃ എന്നാണ്. പോകുക, യാതൊന്നാണോ പോകുന്നത് അതിനെ ഏകമെന്ന് പറയാം. എവിടേക്ക് പോകുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു? ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് ഒരു ശ്ലോകമുണ്ട്. വ്യാപ്തം യേന ചരാചരം ഘടശരാവാദീവ മൃത് സത്തയ. എങ്ങോട്ടേക്കാണ് പോകുന്നത്? സർവ ചരാചരങ്ങളിലും സത്താരൂപത്തിൽ പോകുന്നു. എങ്ങനെയാണ് ഒരു മൺകുടത്തിലേക്ക് മണ്ണ് പോകുന്നത്, അതേപോലെ നാമരൂപാത്മകമായി പ്രപഞ്ചത്തിലേക്ക് എല്ലാ നാമരൂപങ്ങളിലേക്കും ഈ സത്യം പോകുന്നു. സത്യം അനുസ്യൂതമായിട്ട് പോകുന്നു. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നാമരൂപങ്ങളാകുന്ന കാര്യഭാവത്തിലേക്ക് ആരാണ് പോകുന്നത്? ആഭരണമാകുന്ന കാര്യഭാവത്തിലേക്ക് സ്വർണമാകുന്ന കാരണമാണ് പോകുന്നത്. അതേപോലെ മൺകുടമാകുന്ന കാര്യഭാവത്തിലേക്ക് മണ്ണാകുന്ന കാരണമാണ് പോകുന്നത്. നാമരൂപാത്മകമായിരിക്കുന്ന കാര്യഭാവത്തിലേക്ക് കാരണമായിരിക്കുന്ന സത്തയാണ് പോകുന്നത്. അപ്പൊ എല്ലാറ്റിലേക്കും പോകുന്നു, അനുസ്യൂതം എല്ലാറ്റിലേക്കും വ്യാപിക്കുന്നു. അതേ അധ്യായത്തിൽ തന്നെ, അതേ ഗ്രന്ഥത്തില് ബ്രഹ്മവിദ്യാ പഞ്ചകത്തില് മറ്റൊരു വാക്കും കൂടിയുണ്ട്, സൃഷ്ടുവേദം പ്രകൃതേർ അനുപ്രവിശ്യതി എന്ന് പറഞ്ഞിട്ട്. അനുപ്രവിശതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതം സൃഷ്ടുവ പ്രകൃതേഹി അനുപ്രവിശതി. അനുപ്രവിശതിയുടെ നമ്മൾ മലയാളത്തിൽ അല്പം സാഹിത്യാത്മകമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് അനുസ്യൂതം. അനുസ്യൂതം എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഒഴിവാക്കാതെ എല്ലാറ്റിലും ഇടതടവില്ലാതെ വ്യാപിച്ചിരിക്കുന്നു. ഒരു വസ്ത്രത്തിൽ എങ്ങനെയാണ് നൂല് വ്യാപിച്ചിരിക്കുന്നത്, വസ്ത്രത്തിന്റെ എല്ലാ ഭാഗത്തും നൂലുണ്ട്. ഇപ്പൊ ഈ ഒരു വസ്ത്രം, ഈ വസ്ത്രത്തിന്റെ ഏത് ഭാഗത്താണ് നൂലില്ലാത്തത്? ഈ വസ്ത്രത്തിൽ
അനുസ്യൂതമായി നൂല് വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയാം. അതേപോലെ ഇതം സൃഷ്ട്വാ പ്രകൃതിയിൽ അനുപ്രവിശ്യതി, ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് സർവചരാചരങ്ങളിലും പ്രകൃതി ഭാവത്തിൽ ഈശ്വരൻ അനുസ്യൂതമായി വ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ ടു ഗോ അഥവാ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഏകം എന്ന വാക്കിന്റെ അർത്ഥം കാരണം എന്നാണ്. കാരണം കാരണമാണ് കാര്യത്തിലേക്ക് വ്യാപിക്കുന്നത്. മൺകുടം ഒരു കാര്യമാണെങ്കിൽ ആ മൺകുടത്തിൽ അനുസ്യൂതമായിട്ട് കാരണമാകുന്ന മണ്ണ് വ്യാപിച്ചിരിക്കുന്നു. ആഭൂഷണം അഥവാ ആഭരണം ഒരു കാര്യമാണെങ്കിൽ ആ കാര്യത്തിലേക്ക് അനുസ്യൂതമായിട്ട് സ്വർണമാകുന്ന കാരണം വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ കാരണം കാര്യഭാവത്തിലേക്ക് വ്യാപിച്ചിട്ടുണ്ട്. അതിന് വിവർത്ത കാരണമായാലും ശരി, പരിണാമ കാരണമായാലും ശരി, ഈ രണ്ട് കാരണത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ രണ്ട് കാരണമായാലും ശരി, അത് കാര്യരൂപത്തിലുള്ള വസ്തുക്കളിലേക്ക് അനുസ്യൂതം വ്യാപിച്ചിരിക്കും. അപ്പൊ ധാത്വർത്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകം എന്നതിന് നമുക്ക് സർവചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന കാരണസത്ത എന്ന അർത്ഥം ലഭിക്കും. ഏകം എന്നതിന് ഒരു ദാർശനികമായ അർത്ഥമാണ് ഈ പറഞ്ഞത്. ഇനി ഏകം എന്ന് പറയുന്നത് ഒരുപാട് എണ്ണത്തിൽ ഒന്നിനെ സൂചിപ്പിക്കുവാനും ഏകം എന്ന് പറയും. അവിടെ 10 സിംഹങ്ങളുണ്ട്, അതിലൊരു സിംഹം എന്ന് പറയുന്നു. അവിടെ ഒരുപാട് മൺകുടങ്ങളുണ്ട്, അതിലൊരു മൺകുടം. അപ്പൊ ഏകം എന്ന വാക്കിന്റെ ഈ അർത്ഥത്തെ ധരിച്ചിട്ടാണ് ഈ ഏകദൈവവാദമൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഏകദൈവവാദവും ഗുരുവിന്റെ ഏകദൈവ ദർശനവും രണ്ടും രണ്ടാണ്. പലരും പറയുന്നത് കാണാം, ഗുരു ഒരു ഏകദൈവവാദിയായിരുന്നു. അപ്പൊ ഗുരുവിന്റെ ഏകദൈവവാദം നമ്മൾ ഇന്ന് അറിയുന്ന മറ്റ് മതദർശനങ്ങളിലെ ഏകദൈവ സിദ്ധാന്തവുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. എന്താണ് ഏകദൈവ സിദ്ധാന്തം? ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നു. അതായത് ഒരുപാട് സത്തകൾ ഇവിടെയുണ്ട്. പ്രകൃതിയുണ്ട്, ഭൂമിയുണ്ട്, മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഈശ്വരനുണ്ട്. ഒരു ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഈശ്വരനല്ലാത്ത വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഒരു സിംഹം എന്ന് പറയുമ്പോൾ സിംഹമല്ലാത്ത വേറെ സിംഹങ്ങളുണ്ട്, സിംഹമല്ലാത്ത വേറെ മൃഗങ്ങളുണ്ട്, വനമുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആ കൂട്ടത്തിൽ അങ്ങനെ അനേകായിരം വൈവിധ്യങ്ങൾക്കിടയിൽ ഒരു സിംഹം. അതുപോലെ ഏക ദൈവം എന്ന് പറയുമ്പോൾ ഒരുപാട് ദൈവമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പിശാചുണ്ട്, സാത്താനുണ്ട്, അസുരനുണ്ട്, രാക്ഷസനുണ്ട്, ഗന്ധർവനുണ്ട്, യക്ഷനുണ്ട്, കിന്നരനുണ്ട്, അതുണ്ട്, ഇതുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദൈവവുമുണ്ട്. ആ ഒരു ദൈവം മാത്രമാണ് ദൈവമായിട്ടുള്ളത്. ബാക്കിയൊന്നും ദൈവമല്ല. ഈ കാണപ്പെടുന്ന മുഴുവൻ സൃഷ്ടിയെയും പരിപാലിച്ച് സംഹരിക്കുന്നത് ആ ഒരു ദൈവമാണ് എന്ന കൺസെപ്റ്റാണ്, എന്നൊരു വാദത്തെയാണ് നമ്മൾ ഏകദൈവവാദം എന്ന് പറയുന്നത്. അപ്പൊ ആ ഏകദൈവവാദമല്ല ഗുരുദേവന്റെ ഏകദൈവ ദർശനം. എന്തുകൊണ്ടാണ്? നോക്കൂ, ഏകം എന്ന വാക്ക് കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത കാര്യം പറയുന്നുണ്ട്. എന്താണ് ആ കാര്യം? അദ്വിതീയം എന്ന് പറയുന്നുണ്ട്. ഏകമേവ അദ്വിതീയം ബ്രഹ്മ. അദ്വിതീയം എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ലാത്ത. രണ്ടാമതൊന്നില്ലാത്തെന്ന് പറയുമ്പോൾ രണ്ടാമതൊരു സിംഹമില്ല, രണ്ടാമതൊരു കാടില്ല, ഇനിയോ രണ്ടാമതൊരു സൃഷ്ടിയില്ല, രണ്ടാമതൊരു സ്വർഗമോ നരകമോ ഇല്ല, രണ്ടാമത് ഒന്നും തന്നെയില്ല. ഏകമായിരിക്കുന്ന ആ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് ഏകദൈവ ദർശനം എന്ന് പറയുന്നത്. ഏകദൈവ ദർശനത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവമുണ്ട് എന്നൊക്കെ ആൾക്കാർ പറയും. ദൈവമുണ്ടോ ഇല്ലയോ? ദൈവമുണ്ട്. ദൈവമുണ്ട് എന്ന വാക്കിനേക്കാൾ നല്ലത് ഉള്ളതെന്തോ അത് ദൈവം. ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ ദൈവമല്ലാത്ത വേറെന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു അർത്ഥവും ബോധിക്കും. മറിച്ച് എന്താണ് ഉള്ളത്, ഉണ്മയായിട്ട് എന്താണോ വിളങ്ങുന്നത് അത് ദൈവം. അപ്പൊ ദൈവമല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നതാണ് ഗുരുവിന്റെ ഏകദൈവ ദർശനം. അനേകായിരം സത്തകളിൽ ഒരു സത്തയായി ദൈവവും ഉണ്ട് എന്നത് ഏകദൈവവാദം. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് ഈ ഗുരുവിന്റെ ഏകദൈവ ദർശനത്തെ ഗ്രഹിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന വാക്കിന്റെ താല്പര്യം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കണം. സത്യം ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ലാത്ത.
രണ്ടാമതൊന്നില്ലാത്ത ഏകമായ സത്യമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത്? നമ്മൾ കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതല്ല, ആയിരക്കണക്കിന് സത്തകളുണ്ടല്ലോ എൻ്റെ മുമ്പിൽ. ഞാൻ എന്ന വ്യക്തി സത്തയുണ്ട്, ഞാൻ ജീവിക്കുന്ന ഈ ലോകമുണ്ട്, ഈ ലോകത്തിൽ അനേകായിരം വൈവിധ്യങ്ങളുണ്ട്. ഇങ്ങനെ അനേകായിരം വൈവിധ്യങ്ങളെ നേരിട്ട് ഞാൻ കാണുന്നു, അനുഭവിക്കുന്നു. ഈ സമയത്ത് എങ്ങനെയാണ് ഇവിടെ ഏകമായിരിക്കുന്ന രണ്ടാമതൊന്നില്ലാത്ത സത്യം മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കുക? നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ഇതിനു മുമ്പ് അതാത് സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഗുരുവിന്റെ ഇതേ ഗ്രന്ഥത്തിൽ ഗുരു ഈ ഒരു വിഷയത്തിന് സമാധാനമായിട്ട് ഏറ്റവും മനോഹരമായൊരു ഉത്തരം നൽകുന്നുണ്ട്. ശിലൈവ ശിവലിംഗം ന ദ്വിതീയം ശില്പിനാകൃതം എന്നുള്ളത് 3-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ്. ഒരു ശില്പി മനോഹരമായൊരു ശിവലിംഗം ഉണ്ടാക്കി. ആ ശിവലിംഗം ശില്പി ഉണ്ടാക്കിയതാണ് അല്ല, മറിച്ച് അതെന്താണ്? ശില തന്നെയാണ്. നേരത്തെ ആ ശില അവിടെ തന്നെയുണ്ട്. അതിന് എത്ര ഭംഗിയുള്ള പ്രതിമ, എത്ര ഭംഗിയുള്ള വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാലും ആ വിഗ്രഹം കല്ലിൽ നേരത്തെ തന്നെയുണ്ട്. ആ വിഗ്രഹം ശില തന്നെയാണ്. അല്ലാതെ ശില്പി ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച രണ്ടാമതൊരു വസ്തുവല്ല എന്നൊരു ഉദാഹരണം ഗുരുദേവൻ മനോഹരമായിട്ട് ഈ ഒരു സമസ്യക്ക് സമാധാനമായിട്ട് നേരത്തെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണപ്പെടുന്നതെല്ലാം ഒരേ ഒരു സത്യത്തിന്റെ പ്രകടിത ഭാവങ്ങൾ മാത്രമാണ്. ഒരു സമുദ്രത്തിലെ തിരയും നുരയും പതയും എന്നതുപോലെ ആ തിരയും നുരയും പതയും എല്ലാം സ്വരൂപതയ വെള്ളം മാത്രമാണ്. അതേപോലെ ഒരേ ഒരു സത്യം, സർവത്ര വ്യാപ്തമായിരിക്കുന്ന ഒരേ ഒരു സത്യത്തിന്റെ പ്രകടിത രൂപങ്ങളാണ് ഈ നാമരൂപാത്മകമായി നമുക്ക് അനുഭവവേദ്യമാകുന്ന ജഗത്ത് എന്നുള്ളത് ഗുരുദേവൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു ആശയമാണ് ഏകദൈവ ദർശനം എന്ന് പറയുന്നത്. മാമ്പലം വിദ്യാനന്ദ സ്വാമികള് അവിടുത്തെ ധീരിതി വ്യാഖ്യാനത്തില് ഏകമേവ അദ്വിതീയം എന്ന വാക്കിന് സജാതീയ വിജാതീയ സ്വഗത ഭേദങ്ങൾ എന്ന അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. ധീരിതി വ്യാഖ്യാനം ഉള്ളവർ ആ പുസ്തകം എടുത്താൽ മനസ്സിലാക്കാം. അതിൽ എഴുതിയിട്ടുണ്ട്, ഏകമേവ അദ്വിതീയം എന്നുള്ളത് ചാന്തോഗ്യ ശ്രുതിയിൽ ഒന്നിലധികം പ്രാവശ്യം ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു മന്ത്രമാകുന്നു. അതിന് സജാതീയ വിജാതീയ സ്വഗത ഭേദശൂന്യമാകുന്ന ബ്രഹ്മം എന്ന അർത്ഥമുണ്ട്. ബ്രഹ്മം ഒന്നല്ലാതെ അതുപോലെ വേറെ ബ്രഹ്മമില്ലെന്നുള്ളത് സജാതീയ ഭേദശൂന്യത്വം. ബ്രഹ്മമല്ലാതെ രണ്ടാമതായി വേറെ യാതൊരു വസ്തുവും ഇല്ലെന്നുള്ളത് വിജാതീയ ഭേദശൂന്യത്വം. ബ്രഹ്മത്തിൽ ഉൽപ്പത്തി, വൃദ്ധി, പരിണാമം മുതലായ യാതൊരു വികാരങ്ങളും ഇല്ലെന്നുള്ളത് സ്വഗത ഭേദശൂന്യത്വം. പ്രസ്തുത മന്ത്രത്തിലെ ഏകം എന്ന പദം സജാതീയ ഭേദത്തെയും അദ്വിതീയം എന്നത് വിജാതീയ ഭേദത്തെയും ഏവ എന്നുള്ളത് സ്വഗത ഭേദത്തെയും നിരസിക്കുന്നു. മനോഹരമായൊരു വ്യാഖ്യാനമാണ്. അതിന്റെ അർത്ഥം, ഭേദങ്ങൾ 3 പ്രകാരമുണ്ട്. നമ്മളിത് പഠിച്ചതാണ്. 3 പ്രകാരമുള്ള ഭേദങ്ങൾ എന്തൊക്കെയാണ്? 1 സ്വഗത ഭേദം, 2 സജാതീയ ഭേദം, 3 വിജാതീയ ഭേദം. ഇപ്പൊ സ്വഗത ഭേദം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഉള്ളില് പല പല അവയവങ്ങളുണ്ട്. കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈകാലുകളുണ്ട്, എല്ലാം ഉണ്ട്. ഈ ഓരോ അവയവങ്ങൾ തമ്മിൽ ഭേദങ്ങളുണ്ട്. മനുഷ്യന് തൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്നും ഭേദതയുണ്ട്. ഇതിനെയാണ് സ്വഗത ഭേദം എന്ന് പറയുന്നത്. സ്വയം നമ്മളിൽ തന്നെ ഉള്ള ഭേദങ്ങൾ. ഈ സജാതീയ ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ പശു എന്ന് പറയുന്നത് ഒരു സ്പീഷീസിൽപ്പെട്ട ജീവിയാണ്. ആ പശുവർഗത്തിൽ തന്നെ പലതരം ഭേദങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുന്ന നാടൻ പശുക്കളുണ്ട്, വിദേശ പശുക്കളുണ്ട്, ഗീർ വനങ്ങളിൽ കാണുന്ന ഗീർ പശുക്കളുണ്ട്. അങ്ങനെ പശുക്കളിൽ തന്നെ വ്യത്യസ്തമായ ഭേദങ്ങൾ. ഇപ്പൊ മാവിൽ തന്നെ വ്യത്യസ്തമായ ഭേദങ്ങൾ. ഒരേ സ്പീഷീസിൽ പെടുന്ന വൃക്ഷങ്ങളിൽ തന്നെ വ്യത്യസ്തമായ ഇനങ്ങൾ. ഇതിനെയാണ് സജാതീയ ഭേദം എന്ന് പറയുന്നത്. അപ്പൊ ഒരേ സ്പീഷീസ് ആയിരിക്കും, പക്ഷെ അവയുടെ ഉള്ളിലും ഭേദങ്ങൾ. നമുക്ക് മനുഷ്യനെ നോക്കും. മനുഷ്യൻ വെളുത്തവൻ, കറുത്തവൻ, ഉയരം കൂടിയവൻ, ഉയരം കുറഞ്ഞവൻ, ആഫ്രിക്കക്കാരൻ, ഏഷ്യക്കാരൻ, അങ്ങനെ പല പല ഭേദങ്ങളും മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസിലുമുണ്ട്. ഇതിനെ സജാതീയ ഭേദം എന്ന് പറയുന്നു. ഈ വിജാതീയ ഭേദമോ? വിജാതീയ ഭേദം എന്ന് പറഞ്ഞാൽ 2 സ്പീഷീസിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ഭേദം, 2 സ്പീഷീസിൽപ്പെട്ട ജീവിവർഗങ്ങൾ തമ്മിലുള്ള ഭേദം, അല്ലെങ്കിൽ 2 വ്യത്യസ്തമായ കാര്യങ്ങൾ തമ്മിലുള്ള ഭേദം. ഇപ്പൊ പശുവും സിംഹവും അവ തമ്മിൽ ഭേദമുണ്ട്. പശുവല്ല സിംഹം, സിംഹമല്ല പശു. രണ്ടും 2 വ്യത്യസ്തമായ തരത്തിൽപ്പെട്ട ജീവികളാണ്. അതേപോലെ വ്യത്യസ്തമായ വസ്തുക്കള്,
ഇങ്ങനെ തീർത്തും വ്യത്യസ്തമായിരിക്കുന്ന വസ്തുക്കൾ തമ്മിലുള്ള ഭേദത്തെയാണ് വിജാതീയ ഭേദം എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ഭേദങ്ങളും ഇല്ലാത്തതാണ് ബ്രഹ്മം എന്നതാണ് ഏകമേവ അദ്വിതീയം എന്ന വാക്കിലൂടെ ഗ്രഹിക്കാൻ കഴിയുന്നതെന്ന് വിദ്യാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു. വിദ്യാനന്ദ സ്വാമികൾ പറയുന്നു, ഏകമേവ അദ്വിതീയം ബ്രഹ്മം. അതിലെ ഏകം എന്ന വാക്ക്, ആ ഏകം എന്ന വാക്കിന്റെ അർത്ഥം സജാതീയ ഭേദരഹിതമാണെന്ന് പറയുന്നു. അപ്പൊ സജാതീയ ഭേദരഹിതം എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തിന് സമാനമായി മറ്റൊരു തത്വമില്ല. ഇപ്പൊ പശുവിന് സമാനമായി, ഇപ്പൊ പശുവർഗത്തില് അല്പാൽപ്പം ഭേദത്തോടു കൂടി ഒരുപാട് പശുക്കളുണ്ട്, എങ്കിലും എല്ലാവരും പശുവിന് സമാനന്മാർ തന്നെയാണ്. പക്ഷെ ഇവിടെ ബ്രഹ്മവസ്തുവിന് സമാനമായിട്ട്, ബ്രഹ്മവസ്തുവിന് ലക്ഷണത്തോടു കൂടെ ഏകദേശമെങ്കിലും സമാനമായിരിക്കുന്ന മറ്റൊരു തത്വം ഇല്ല തന്നെ. അപ്പൊ ഏകം എന്ന വാക്കിലൂടെ ബ്രഹ്മത്തിന്റെ സജാതീയ ഭേദത്തെ, ബ്രഹ്മത്തിന് സജാതീയ ഭേദമുണ്ടെന്ന് നിരസിച്ചിരിക്കുന്നു എന്ന് വിദ്യാനന്ദ സ്വാമികൾ പറയുന്നു. അദ്വിതീയം എന്ന വാക്കിലൂടെ വിജാതീയ ഭേദത്തെയും നിരസിച്ചിരിക്കുന്നു. വിജാതീയ ഭേദം എന്ന് പറയുന്നത് ബ്രഹ്മമല്ലാത്ത മറ്റൊരു തത്വം. സജാതീയ ഭേദം മീൻസ് ബ്രഹ്മത്തെ പോലെ വേറൊരു തത്വം ഉണ്ടായിരിക്കാം എന്ന വാദത്തെ ഏകം എന്ന വാക്കിലൂടെ നിരസിച്ചിരിക്കുന്നു. ഇനി അദ്വിതീയം എന്ന വാക്കിലൂടെ, രണ്ടാമതൊന്നില്ലാത്ത എന്നർത്ഥം വരുന്ന അദ്വിതീയം എന്ന വാക്കിലൂടെ വിജാതീയ ഭേദരഹിതത്തെയും വിജാതീയ ഭേദത്തെയും നിരസിച്ചിരിക്കുന്നു. അതായത് ബ്രഹ്മമല്ലാതെ രണ്ടാമതിന് വേറെ ബ്രഹ്മവിലക്ഷണമായി രണ്ടാമതൊരു തത്വം അതുമില്ല. ഇനി നോക്കൂ, ഏകമേവ അദ്വിതീയം എന്നതിൽ ഒരു ഏവ വാക്കുണ്ട്. ഏവ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഒരു അവ്യയമാണ്, അവ്യപദമാണ്, നിശ്ചയാർത്ഥം ചെയ്യുന്ന അവ്യയം. അങ്ങനെ തന്നെ നമ്മളൊരു ഏതെങ്കിലും വാക്കിന്റെ കൂടെ ഏവ ചേർത്താൽ അത് തന്നെ എന്ന് ഉറപ്പിക്കാം, അത് അങ്ങനെ തന്നെ. അപ്പൊ ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ, ഏകമായിരിക്കുന്നത് തന്നെ, അദ്വിതീയമായിരിക്കുന്നത് തന്നെ എന്ന അർത്ഥമുണ്ട്. അപ്പൊ ഏവ എന്ന വാക്കിന് അർത്ഥമായിട്ട് വിദ്യാനന്ദ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു സ്വഗത ഭേദ നിരാസം. നമുക്ക് മനുഷ്യ ശരീരത്തില് കൈകാലുകൾ, കണ്ണുകൾ, അങ്ങനെ ഒരു ശരീരത്തിൽ വ്യത്യസ്തമായ ഭിന്നതകളെ കാണാവുന്ന പോലെ ബ്രഹ്മതത്വത്തിൽ ഇനി സ്വഗതമായിട്ട് വ്യത്യസ്തമായ ഭിന്നതകളെ കാണാൻ കഴിയില്ല. എന്തുകൊണ്ട്? ബ്രഹ്മതത്വം അവയവരഹിതമാണ്. അവയവം മീൻസ് പാർട്സ് ഇല്ല. പാർട്സ് ഇല്ലാത്ത തത്വമായതിനാൽ സ്വഗതമായിരിക്കുന്ന രൂപത്തിലും അതിൽ ഭിന്നതകൾ കാണാൻ കഴിയില്ല എന്ന് വിദ്യാനന്ദ സ്വാമികൾ പറയുന്നു. അപ്പൊ ഏകമേവ അദ്വിതീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജാതീയ വിജാതീയ സ്വഗത ഭേദമായിരിക്കുന്ന തത്വമാണ് ബ്രഹ്മതത്വം. ഒരേ ഒരു തത്വമാണ്, രണ്ടാമത് ഒന്നില്ലാത്ത തത്വം. ഇനി നോക്കൂ, ശ്ലോകത്തിൽ നമുക്ക് വീണ്ടും ഒരു വാക്ക് കാണാം, ന അന്യത്ത് എന്ന് കാണാൻ സാധിക്കും. ഈ അദ്വിതീയം എന്ന വാക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അദ്വിതീയം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും ന അന്യത്ത് എന്ന് പറയേണ്ടുന്ന ഒരു ആവശ്യം വരുന്നില്ല. ന അന്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നില്ല, അതായത് ന അന്യത്ത്, മറ്റൊന്നില്ല എന്നാണ് അർത്ഥം. ഇതേ അർത്ഥമാണ് നേരത്തെ അദ്വിതീയം എന്ന വാക്കിലൂടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്വിതീയം എന്ന് പറഞ്ഞിട്ടും സമാന അർത്ഥമുള്ള ന അന്യത്ത് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നു? അവിടെ അതിവ്യാപ്തി ദോഷ നിവാരണാർത്ഥമാണ് വീണ്ടും ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ദർശനമാലയുടെ ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ലക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്ന വേളയിൽ അതിവ്യാപ്തി, അവ്യാപ്തി, അസംഭവ ദോഷങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു വസ്തുവിന് നമ്മളൊരു ലക്ഷണം കൊടുക്കുമ്പോൾ ആ വസ്തുവിൽ മാത്രം ആ ലക്ഷണം ഒതുങ്ങി നിൽക്കണം. അത് മറ്റുള്ള വസ്തുക്കളിലേക്ക് പോകരുത്. മറ്റുള്ള വസ്തുക്കളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ അതിവ്യാപ്തി ലക്ഷണം എന്ന് പറയുന്നു. ഉദാഹരണത്തിന് കൊമ്പുള്ള ജീവിയാണ് പശു എന്നൊരു ലക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ ലക്ഷണത്തിന് അതിവ്യാപ്തി ദോഷമുണ്ട്. എന്തുകൊണ്ട്? കാരണം കൊമ്പുള്ള മറ്റനേകം ജീവികളുമുണ്ട്, പശു മാത്രമല്ല. ഒരു ശിഷ്യനോട് ഗുരു പറഞ്ഞു, ആ ശിഷ്യൻ ജീവിതത്തിൽ ഇതുവരെ പശുവിനെ കണ്ടിട്ടില്ല. അപ്പൊ പറഞ്ഞു, ആ കാട്ടില് പശുക്കളുണ്ട്, ആ കൂട്ടത്തിൽ നീ ഒരു പശുവിനെ പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, പശുവിന്റെ ലക്ഷണം എന്താണ് ഗുരു എന്ന് ചോദിച്ചു. കാരണം ലക്ഷണത്തിലൂടെയാണ് നമ്മളൊരു വസ്തുവിനെ അറിയുന്നത്. ലക്ഷണ പ്രമാണാഭ്യാം ഹി വസ്തുസിദ്ധി. ലക്ഷണത്തിലൂടെയും പ്രമാണത്തിലൂടെയും നമുക്ക് വസ്തുവിനെ അറിയാൻ കഴിയുന്നു.
അപ്പൊ ശിഷ്യൻ ചോദിച്ചു, എന്താണ് ഗുരു പശുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞു തരുമോ? ഗുരു പറഞ്ഞു, കൊമ്പുള്ള ജീവിയാണ് പശു. ശിഷ്യൻ കാട്ടിൽ പോയി എന്നിട്ട് ഒരു മാനിനെ പിടിച്ചുകൊണ്ട് വന്നു. അപ്പോ ഗുരു ചോദിച്ചു, ഞാൻ നിന്നോട് പശുവിനല്ലേ കൊണ്ടുവരാൻ പറഞ്ഞുള്ളൂ, മാനിനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടോ? ശിഷ്യൻ പറഞ്ഞു, ഗുരു ഇതിന് കൊമ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കൂ, ആ കൊമ്പ് എന്നുള്ളത് മറ്റ് ജീവികളിലേക്ക് ആ ലക്ഷണം പോയി കഴിഞ്ഞാൽ നമുക്ക് പശു എന്ന് പറയുന്ന ഒരു വസ്തുവിനെ പ്രത്യേകമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. ലക്ഷണം ആ സ്പീഷീസിൽ മാത്രം ഘടിതമാകണം. അപ്പൊ ലക്ഷണം മറ്റ് സ്പീഷീസിലേക്കും പോകുന്നതാണ് അതിവ്യാപ്തി ദോഷം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അദ്വിതീയം രണ്ടാമതൊന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഇനി എന്തെങ്കിലും ഒരു ഈ ഏകമേവ അദ്വിതീയം എന്നതുപോലെയുള്ള മറ്റൊരു വസ്തു ഇനി അഥവാ ഉണ്ടാകുമോ, മറ്റൊരു തത്വം ഉണ്ടാകുമോ, അതിൽ ഭ്രമം വരുമോ എന്ന് ആശങ്ക കൊണ്ടാണ് ഇന്ന് അന്യത്ത് എന്ന് ഉറപ്പിച്ചു പറഞ്ഞത്. അതിവ്യാപ്തി ദോഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ ലക്ഷണമുള്ള മറ്റൊന്ന് ഇല്ല തന്നെ. ഇപ്പൊ തത്വങ്ങൾ, നമ്മൾ പഞ്ചതത്വങ്ങൾ നോക്കൂ. ആകാശം സർവവ്യാപകമാണ്, ആകാശം അവയവരഹിതമാണ്, ആകാശം എല്ലാറ്റിലും അനുഗതമായിരിക്കുന്നു, ആകാശം ശുദ്ധമാണ്, യാതൊരു കലർപ്പുമില്ല. സ്പേസ്, ആകാശം മീൻസ് സ്പേസ്, പഞ്ചഭൂതങ്ങളിലെ സ്പേസ്. അപ്പൊ ഈ ഏകമേവ അദ്വിതീയം എന്നുള്ള ആ ലക്ഷണം വേണമെങ്കിൽ ആകാശത്തിലേക്ക് നമുക്ക് ഘടിപ്പിക്കാം. അങ്ങനെ മറ്റൊന്നിലേക്ക് ആ ലക്ഷണം അതിവ്യാപ്തമായി പോകുമോ എന്ന ആശങ്ക കൊണ്ട് ആ അതിവ്യാപ്തി ദോഷത്തെയും നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ട് ന അന്യത്ത് എന്ന വാക്കുകൊണ്ട് അവിടെ ഉറപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ, ന അന്യത്ത് പറഞ്ഞത് കൊണ്ട്, ന അന്യത്ത് പറഞ്ഞതിലൂടെ ഈ ലക്ഷണം പൂർണ്ണമായിരിക്കുകയാണ്. ബ്രഹ്മതത്വം അത് ഒന്നാണ്, രണ്ടാമത് ഒന്നില്ലാത്തതാണ്. ന അന്യത്ത്, ഇനി ബ്രഹ്മലക്ഷണത്തോടു കൂടി മറ്റൊരു തത്വം ഒട്ടുമില്ല തന്നെ. ഇങ്ങനെ ഗുരു ഏകത്വ ദർശനത്തെ ഈ വാക്കിലൂടെ പറഞ്ഞു. ഇനി നോക്കൂ, അടുത്ത വാക്ക് നോക്കൂ. ഇതി മത്വ, ഇപ്രകാരം അറിഞ്ഞിട്ട്. എപ്രകാരം അറിഞ്ഞിട്ട്? ഈ പറഞ്ഞതുപോലെ സത്യം ഒന്നാണ്, രണ്ടാമത് ഒന്നില്ലാത്ത തത്വമാണ് സത്യം എന്ന രീതിയിൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? വിദ്വാനായിരിക്കുന്ന ഒരു വ്യക്തി എല്ലാ ദ്വൈതഭാവങ്ങളിൽ നിന്നും നിവർത്തിക്കണമെന്നൊരു നിർദ്ദേശം കൊടുക്കുന്നു. അതിനു മുമ്പ് പറയുന്നു, ഏകമേവ അദ്വിതീയം ബ്രഹ്മ ന അന്യത് എന്ന ഈ സിദ്ധാന്തത്തിൽ, നമ്മുടെ മുഴുവൻ ശ്ലോകങ്ങളുടെയും അന്ത്യമായ താല്പര്യം നിലനിൽക്കുന്ന ഈ സിദ്ധാന്തത്തിൽ ന സംശയ, യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകരുത്. കാരണം ഈ ഒരു ആശയത്തെ പ്രായോഗികമായി അനുഭവ തലത്തിലേക്ക് കൊണ്ടുവരണം എന്ന നിർദ്ദേശമാണ് ന സംശയ എന്ന വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. എന്താണ് സംശയം? സംശയം എന്ന് പറഞ്ഞാൽ ഏകസ്മിൻ ധർമ്മണി വിരുദ്ധ ധർമ്മദ്വയസ്യ ഭാവം. ഒരേ ഒരു അധികരണത്തിൽ രണ്ട് ധർമ്മങ്ങൾ, രണ്ട് ഭാവങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ സംശയം എന്ന് പറയാം. അയം സ്ഥാണുറുവാ പുരുഷോ വാ ഇതി. രാത്രി ഇങ്ങനെ നടന്നു പോകുന്നു, ദൂരെ ഒരു കുറ്റി കാണുന്നു, മരക്കുറ്റി. ആ മരക്കുറ്റി കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ സംശയം, മന്ദപ്രകാശം കാരണം. അയം സ്ഥാണുറുവാ പുരുഷോ ഇതി. സ്ഥാണു എന്ന് പറയുന്നത് ഒരു കുറ്റിയാണോ, അല്ലെങ്കിൽ ഒരു പുരുഷനാണോ, ഒരു മനുഷ്യനാണോ എന്നുള്ള സംശയം ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ രണ്ട് വിരുദ്ധമായ ധർമ്മങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് സംശയം എന്ന് പറയുന്നത്. അപ്പൊ ഈ സംശയം നമ്മളിൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരു സിദ്ധാന്തത്തെ നമ്മുടെ അനുഭവ തലത്തിലേക്ക് വരാത്ത കാലം വരെ നമ്മൾ സംശയമുണ്ടാകും. ഒരു ദർശനം, ഒരു സിദ്ധാന്തം നമ്മുടെ അനുഭവമായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല. നമ്മൾ തണുപ്പിനെ കുറിച്ച് ഒരുപാട് പഠിക്കുന്നു, മനനം ചെയ്യുന്നു, ലക്ഷണങ്ങളെ വെച്ച് കീറി മുറിക്കുന്നു. തണുപ്പ് എന്ന് പറഞ്ഞാൽ, ശീതകാലം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നൊക്കെ പറയുന്നു. എന്നാൽ ഹിമാലയത്തിൽ പോയി -ഡിഗ്രിയിൽ നമ്മൾ കുറെ നേരം ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് തണുപ്പ് എന്നുള്ളത് നമുക്ക് അനുഭവമായി തീരും. നമ്മുടെ അനുഭവമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇപ്പൊ ഏകമേവ അദ്വിതീയം ബ്രഹ്മം ന അന്യത് എന്നുള്ള ആ ഉപദേശവാക്യം, ആപ്തവാക്യം നമ്മുടെ സ്വാനുഭവമായി തീർന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു? എന്താണ് സംഭവിക്കുന്നത്? വിദ്യന്തേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നു. ഛിദ്യന്തേ സർവസംശയാഹ, എല്ലാ സംശയങ്ങളും പരിപൂർണമായിട്ടും ഛിന്ന ഭിന്നമായി തീരുന്നു, ഇല്ലാതായി തീരുന്നു.
വിദ്യന്റെ ഹൃദയഗ്രന്ഥി, നമ്മുടെ പൂർണ്ണ സ്വരൂപത്തെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ അജ്ഞാനത്തിന്റെ ഗ്രന്ഥികളും പൊട്ടിപ്പോകുന്നു. എപ്പോഴാണ് പോകുന്നത്? തസ്മിൻ ദൃഷ്ടേ പരാവരെ. ആ പരാവരമായിരിക്കുന്ന സത്യവസ്തുവിനെ, പരാവരം എന്ന് പറഞ്ഞാൽ, പരം എന്ന് പറഞ്ഞാൽ കാരണം, അവരെന്ന് പറഞ്ഞാൽ കാര്യം, കാര്യമായി പ്രപഞ്ചമായി നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന, അതേസമയം ഈ ഈ പ്രപഞ്ചത്തിന്റെ കാരണസത്തയായും വിളങ്ങി നിൽക്കുന്ന ആ പരമമായ സത്യത്തെ ദൃഷ്ടേ, കണ്ടാൽ, എങ്ങനെ കണ്ടാൽ? അതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ സർവ സംശയങ്ങളും ഇല്ലാതായിത്തീരുന്നു. അപ്പൊ ആ സദ്വസ്തുവിന്റെ ലക്ഷണമാണ് ഏകമേവ അദ്വിതീയം ബ്രഹ്മം ന അന്യത് എന്നുള്ളത്. ആ സദ്വസ്തുവിനെ സ്വയം അനുഭവ തലത്തിൽ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രകാരത്തിലുമുള്ള സംശയം പരിപൂർണമായിട്ടും ഇല്ലാതാകുന്നു. ന സംശയ എന്ന് പറയുന്നു. ആ വാക്ക് ശ്ലോകത്തിൽ കാണാൻ സാധിക്കും, ന സംശയ. ഇപ്പൊ ഇപ്രകാരം ഇതി മത്വ, ഇപ്രകാരം അറിഞ്ഞിട്ട്, മത്വ എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട്, മനനം ചെയ്തിട്ട് വിദ്വാനായിരിക്കുന്ന സാധകൻ എന്ത് ചെയ്യുന്നു? വിദ്വാനായിരിക്കുന്ന സാധകൻ നിവർത്തേത, എല്ലാ കർമ്മവാസനകളിൽ നിന്നും നിവർത്തിക്കണമെന്ന് പറഞ്ഞു. ഈ നിവർത്തേത, ഈ നമ്മൾ സംസ്കൃതത്തിന്റെ ചില ചെറിയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വന്നാൽ ആ ശ്ലോകത്തിന്റെ താല്പര്യം വേറെ രീതിയിൽ മനസ്സിലാക്കും. ഇപ്പോ ഞാൻ ചില വ്യാഖ്യാനത്തിൽ കണ്ടു, ഇതി വിദ്വാൻ നിവർത്തേത, ഇപ്രകാരം അറിഞ്ഞിട്ട് വിദ്വാൻ നിവർത്തിക്കുന്നു എന്ന് കണ്ടു. ഈ നിവർത്തേത എന്ന വാക്കിന് നിവർത്തിക്കുന്നു എന്ന അർത്ഥമില്ല. നിവർത്തിക്കുന്നു എന്നുള്ളത് അത് പ്രസന്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്, നിവർത്തിക്കുന്നു. ഇപ്പൊ നിവർത്തിക്കുന്നു എന്നതിന്റെ സംസ്കൃത വാക്കാണ് നിവർത്തതേ എന്നുള്ളത്. നിവർത്തതേ ലട്ട് ലകാരത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന ക്രിയാപദമാണത്, നിവർത്തതേ. പക്ഷെ ഇവിടെ നിവർത്തതേ എന്നുള്ള ക്രിയാപദമല്ല പ്രയോഗിച്ചിരിക്കുന്നത്, മറിച്ച് എന്താണ്? നിവർത്തേത എന്നാണ്. നിവർത്തേത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വിധിർ ലിംഗാണ്. വിധിർ ലിംഗിൽ പ്രയോഗിച്ചിരിക്കുന്ന ക്രിയാപദമാണ്. മീൻസ് വിധിപരമായിട്ട് നിർദ്ദേശിക്കുകയാണ്, അങ്ങനെ ചെയ്യണം, അങ്ങനെ പോകണം, നീ അവിടെ ചെല്ലണം. അവിടെ പോയി എന്ന് പറയുന്ന പോയി എന്നുള്ള ക്രിയാപദവും അവിടെ പോകണം എന്ന് നിർദ്ദേശിക്കുന്ന ക്രിയാപദവും രണ്ടർത്ഥമല്ലേ? അതേപോലെ നിവർത്തത എന്ന് പറഞ്ഞാൽ നിവർത്തിക്കുന്നു, വിദ്വാൻ ഇതിൽ നിന്ന് നിവർത്തിക്കുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിവർത്തേത എന്നാണ്. നിവർത്തേത എന്ന് പറയുമ്പോൾ നിവർത്തിക്കണം. അപ്പൊ വിധി ഒരു നിർദ്ദേശം തരികയാണ്. അപ്പൊ ആർക്കാണ് നിർദ്ദേശം തരിക? ഒരു സാധകന്. ഒരു സാധകനാണല്ലോ നിർദ്ദേശം കൊടുക്കേണ്ടത്. ജീവൻ മുക്ത ഭാവത്തിൽ അമർന്നിരിക്കുന്ന ഒരു സാക്ഷാത്കാര സമ്പന്നനായ ഒരു മഹാത്മാവിന്റെ അടുത്ത് പോയി അങ്ങ് ഇതിൽ നിന്ന് നിവർത്തിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. നിവർത്തിക്കണം എന്ന വാക്കിലൂടെ തന്നെ നമുക്ക് അർത്ഥം ബോധ്യമാകും. ഇതൊരു സാധകനാണ്, ഒരു സാധകനോടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതി മത്വ, ഇപ്രകാരം എല്ലാം മനനം ചെയ്തിട്ട് എല്ലാ കർമ്മവാസനകളിൽ നിന്നും നീ നിവർത്തിക്കണം. അപ്പൊ ആ സാധകനെയാണ് ഇവിടെ വിദ്വാൻ എന്ന് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം നമ്മൾ പഠിച്ചതാണ്, ഈ ലോകത്തിലെ എല്ലാവരും തന്നെ സാധകന്മാരാണ്. എന്തെങ്കിലുമൊക്കെ സാധ്യത്തെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് എല്ലാവരും തന്നെ. പക്ഷേ ഈ സാധകൻ എന്തിനും നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നു? അപരിവർത്തനീയമായ ഒരു സാധ്യത്തെ, ഒരിക്കൽ നേടിക്കഴിഞ്ഞാൽ ഇനി മറ്റൊന്നു വേണ്ട എന്ന് ബോധ്യമുള്ളൊരു സാധ്യത്തെ, ഒരിക്കൽ പോലും മറ്റൊരു ഭാവത്തിലേക്ക് പരിവർത്തനപ്പെടാത്തൊരു സാധ്യത്തെ, തന്റെ സ്വരൂപത്തെ തന്നെ സാക്ഷാത്കരിക്കാനാണ് ഈ സാധകൻ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ സാധകനെ നമുക്ക് എന്ത് പറയാം? വിദ്വാൻ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇവിടെ ഗുരുദേവൻ ഈ സാധകനെ വിദ്വാൻ എന്ന്, ഉയർന്ന ഒരു സാധ്യത്തെ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നത് കൊണ്ട് വിദ്വാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്രകാരം അറിഞ്ഞ് വിദ്വാനായിരിക്കുന്ന സാധകൻ എല്ലാ കർമ്മവാസനകളിൽ നിന്നും നിവർത്തനാകണം എന്ന് പറയുന്നു. ഇങ്ങനെ നിവർത്തനായി കഴിഞ്ഞാൽ എന്താണ് പ്രയോജനം? പ്രയോജനം പറയുകയാണ്, ദ്വൈതാത്ത് സഹ പുന ന ആവർത്തതേ. ദ്വൈതാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദ്വൈതഭാവങ്ങളിൽ നിന്നും, എല്ലാ ദ്വൈതഭാവങ്ങളിൽ നിന്നും അവൻ പിന്നീട് അവൻ ദ്വൈതഭാവങ്ങളിൽ നിന്നും ആവർത്തിക്കുന്നില്ല. പുനഃ ന ആവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ദ്വൈതഭാവങ്ങളിലേക്ക് വീണ്ടും വരുന്നില്ല. ദ്വൈതഭാവത്തിലാണ് നമുക്ക് എല്ലാ ദുഃഖവും ഭയവും ശോകവും ഒക്കെ ഉണ്ടാകുന്നത്. ആ ദ്വൈതഭാവങ്ങളെ എന്നേക്കുമായി അതിക്രമിച്ച് ഏകമായിരിക്കുന്ന സത്യത്തെ ഇപ്രകാരം അറിഞ്ഞ വിദ്വാനായിരിക്കുന്ന ഒരു സാധകൻ സാക്ഷാത്കരിക്കുന്നു എന്നതാണ് ഈ ശ്ലോകം 10 താത്പര്യം. അപ്പൊ എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ?